പശ്ചിമേഷ്യ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ഭയത്തോടെ ഉറ്റുനോക്കുന്ന ഒരിടം. ഇസ്രായേൽ ഇറാൻ നേരിട്ടുള്ള യുദ്ധം, അമേരിക്കയുടെ ഇടപെടലുകൾ, മിസൈൽ വർഷങ്ങൾ, അങ്ങനെ മൊത്തത്തിൽ വല്ലാത്തൊരു പുകില് തന്നെയാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ഈ കലുഷിതമായ സാഹചര്യത്തിലും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമേരിക്കയെയോ ഇസ്രായേലിനെയോ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെ ഇറാൻ പച്ചയ്ക്ക് വിമർശിക്കുമ്പോൾ, വെല്ലുവിളിക്കുമ്പോൾ ആ വിമർശനങ്ങളുടെ ലിസ്റ്റിൽ ഒരു രാജ്യത്തിന്റെ പേര് മാത്രം ഇറാൻ ബോധപൂർവം ഒഴിവാക്കുന്നു. ആ രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ലോകം മുഴുവൻ ഉപരോധങ്ങളിലൂടെയും ഭീഷണികളിലൂടെയും ഇറാനെ ശ്വാസം മുട്ടിക്കുമ്പോൾ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ഇറാനിയൻ ഭരണകൂടവും തമ്മിൽ നടന്ന ചർച്ചകൾ ലോകരാജ്യങ്ങളെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇറാന്റെ കടുത്ത നിലപാടുകളിൽ ഇന്ത്യക്ക് മാത്രം ഈ സവിശേഷ ഇളവ്, സ്ട്രാറ്റജിക് റിസ്ട്രെയിന്റ് ലഭിക്കുന്നത്? ഇന്ത്യ ഇറാന് ഇമ്പോർട്ടന്റ് ആകുന്നത് എങ്ങനെയാണ്? 2026 ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യയുടെ റോൾ എന്താണ്? പരിശോധിക്കാം. കാര്യങ്ങൾ സീരിയസ് ആണ്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമേനി അധികാരം ഏറ്റെടുത്ത കാലമാണിത്. ഇറാന്റെ ചരിത്രത്തിലെ തന്നെ നിർണായകമായ ഒരു ട്രാൻസിഷൻ പീരീഡ്. ഈ സമയത്താണ് ഈ ആഴ്ച ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇറാനിയൻ വിദേശകാര്യമന്ത്രിയുമായി സുപ്രധാന ചർച്ച നടക്കുന്നത്. യുദ്ധം അതിന്റെ കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന ഈ സമയത്തും ഇറാൻ ഇന്ത്യയോട് കാണിക്കുന്ന ഈ ബഹുമാനം വെറും ഒരു സൗഹൃദമല്ല, ഇതൊരു പക്ക കാൽക്കുലേറ്റഡ് പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ്. ഇസ്രായേലുമായി ഇന്ത്യക്ക് അടുത്ത ഡിഫൻസ് റിലേഷൻ ഉണ്ടെന്ന് ഇറാൻ അറിയാം. അമേരിക്കയുമായി ഇന്ത്യ തന്ത്രപരമായ പങ്കാളിത്തത്തിലാണ് എന്നും അവർക്കറിയാം. എന്നിട്ടും മുജ്തബ ഖമേനിയുടെ കീഴിലുള്ള പുതിയ ഭരണകൂടം ഇന്ത്യയെ ആദരവോടെയാണ് സ്വീകരിക്കുന്നത്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യ നടത്തുന്ന ഇടപെടലുകളെ അവർ സ്വാഗതം ചെയ്യുന്നു. ഇവിടെയാണ് നയതന്ത്രം, ഡിപ്ലോമസി വിജയിക്കുന്നത്. ഇനി നമുക്കിതിന്റെ സാമ്പത്തിക വശത്തിലേക്ക് വരാം. മണി ഈസ് ദ കീ. ഇറാന്റെ ഈ താല്പര്യത്തിന് പിന്നിലെ ഏറ്റവും വലിയ ഘടകം സാമ്പത്തികമാണ്. നമുക്കറിയാം, മുൻപ് ഇന്ത്യയുടെ പെട്രോളിയം ആവശ്യങ്ങളുടെ 10% വന്നിരുന്നത് ഇറാനിൽ നിന്നായിരുന്നു. അമേരിക്കൻ ഉപരോധം കാരണം 2019 നമുക്കത് നിർത്തേണ്ടി വന്നിരുന്നു. എന്നാൽ 2026 കഥ മാറുകയാണ്. രൂപയും റിയാലും അടിസ്ഥാനമാക്കിയുള്ള ലോക്കൽ കറൻസി ട്രേഡ് അഥവാ പ്രാദേശിക കറൻസി ഇടപാടുകളെ കുറിച്ച് ഇരു രാജ്യങ്ങളും വീണ്ടും ഗൗരവമായി ആലോചിക്കുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയെ പോലൊരു ഭീമൻ മാർക്കറ്റിനെ പിണക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരിക്കും. അതുകൊണ്ട് തന്നെ നയതന്ത്ര വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും സാമ്പത്തിക വാതിലുകൾ ഇന്ത്യക്കായി തുറന്നിടാൻ തയ്യാറാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. അടുത്ത പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് കണക്ടിവിറ്റിയിലാണ്. ഇറാനിലെ ചബഹാർ പോർട്ടാണ് തുറുപ്പുചീട്ട്. ഇത് വെറും ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് മാത്രമല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ തൊടാതെ മധ്യേഷ്യയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പോകാനുള്ള ഗേറ്റ് വേ ആണിത്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ഒരു സ്ട്രാറ്റജിക് ട്രംപ് കാർഡാണ്. എങ്ങനെയെന്ന് വെച്ചാൽ, അമേരിക്കയുടെ ഉപരോധ ഭീഷണി നിലനിൽക്കുമ്പോഴും ചബഹാറിൽ ഇന്ത്യ നടത്തുന്ന നിക്ഷേപം ഇറാന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തിന് ചൈന നൽകുന്ന പിന്തുണയെ പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ സാന്നിധ്യം ചബഹാറിൽ അനിവാര്യമാണെന്ന് ഇറാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയോട് അവർ എപ്പോഴും ഒരു സോഫ്റ്റ് കോർണർ സൂക്ഷിക്കുന്നത്. ഇനി ഗ്ലോബൽ ഇൻഫ്ലുവൻസ്, ഇന്ത്യയുടെ ആഗോള സ്വാധീനം. ഇറാൻ ഇന്ത്യയെ വിലമതിക്കുന്ന മറ്റൊരു ഘടകം നമ്മുടെ ഗ്ലോബൽ ഇൻഫ്ലുവൻസ് തന്നെയാണ്. നോക്കൂ, ഗൾഫ് മേഖലയിൽ മാത്രം ഏകദേശം 1 കോടിയോളം ഇന്ത്യൻ പ്രവാസികളുണ്ട്. ഈ ഒരു വലിയ ജനവിഭാഗം മേഖലയിലെ സുരക്ഷാ കാര്യങ്ങളിൽ ഇന്ത്യയെ ഒരു ഡയറക്റ്റ് സ്റ്റേക്ക് ഹോൾഡറാക്കി മാറ്റുന്നു. ഐക്യരാഷ്ട്രസഭയിലായാലും മറ്റ് അന്താരാഷ്ട്ര വേദികളിലായാലും ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യ പുലർത്തുന്ന മിതമായ നിലപാട് ഇറാന്റെ നിലനിൽപ്പിന് വലിയ സഹായമാണ്. ഇന്ത്യ ഇറാനെ കണ്ണുമടച്ച് വിമർശിക്കാറില്ല. പകരം ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് പറയാറുള്ളത്. ഈ ഒരു ബാലൻസ്ഡ് അപ്രോച്ചാണ് ഇറാന്റെ വിദേശ നയത്തിൽ ഇന്ത്യയെ അനിവാര്യമാക്കുന്നത്. അടുത്തതായി നമ്മൾ മറന്നുപോകാൻ പാടില്ലാത്ത മറ്റൊരു കാര്യമുണ്ട്, ചരിത്രം. സിന്ധു നദീതട സംസ്കാരവും പേർഷ്യൻ സംസ്കാരവും തമ്മിലുള്ള വിനിമയങ്ങൾ മുതൽ തുടങ്ങുന്നതാണ് ഈ ഒരു ബന്ധം. നമ്മുടെ പല ഭാഷകളിലും പേർഷ്യൻ സ്വാധീനമുണ്ട്. 1950 സൗഹൃദ ഉടമ്പടി മുതൽ 2016 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ തെഹ്റാൻ സന്ദർശനം വരെ ഈ ബന്ധം വളർന്ന് പന്തലിച്ചു നിൽക്കുകയാണ്. 2025 മെയ് മാസത്തിൽ നടന്ന 20ാമത് ഇന്ത്യ ഇറാൻ ജോയിന്റ് കമ്മീഷൻ യോഗം വെളിപ്പെടുത്തിയത് ഈ സഹകരണം വർത്തമാനകാലത്തും എത്രത്തോളം സജീവമാണ് എന്നാണ്. അതായത് ഈ ബന്ധം വെറും ഒരു കച്ചവടമല്ല, മറിച്ച് സിവിലൈസേഷണൽ ലിങ്ക് ആണ്. ഇന്ന് 2026 ലോകം ഇന്ത്യയെ നോക്കുന്നത് വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ടാണ്. ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടുന്ന ഇറാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇന്ത്യ നൽകുന്ന ഹോപ്പ് ചെറുതല്ല. ഇസ്രായേൽ ഇന്ത്യയുടെ ഉറ്റ സുഹൃത്താണെങ്കിലും ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങളിൽ ഇന്ത്യ പുലർത്തുന്ന മൗനത്തെ ഒരു ശത്രുതയായിട്ടല്ല ഇറാൻ നോക്കിക്കാണുന്നത്. മറിച്ച് സങ്കീർണമായ ആഗോള സാഹചര്യങ്ങളിൽ ഇന്ത്യ നേരിടുന്ന നയതന്ത്രപരമായ ഒരു പരിമിതി, ഒരു ലിമിറ്റേഷൻ ആയിട്ട് മാത്രമേ അവർ ഇതിനെ നോക്കിക്കാണുന്നുള്ളൂ.
ഒരേ സമയം വാഷിംഗ്ടണിലും ടെലവീവിലും തെഹ്റാനിലും ഒരുപോലെ സ്വാധീനം നിലനിർത്താൻ കഴിയുക എന്നത് ഇന്ത്യയുടെ മാത്രം സവിശേഷമായ നയതന്ത്ര മികവാണ്. ഇതിനെയാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നമ്മൾ പ്രാഗ്മാറ്റിക് റിയലിസം എന്ന് വിളിക്കുന്നത്. അതായത് കേവലം വികാരങ്ങൾക്ക് അടിമപ്പെടാതെ പ്രായോഗികമായ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നിലപാട്. ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് പ്രകാരം പശ്ചിമേഷ്യയിലെ യുദ്ധം കനക്കുമ്പോഴും ഇന്ത്യക്കും ഇറാനും ഇടയിൽ ഒരു സുതാര്യമായ നയതന്ത്ര പാലമുണ്ട്. പാകിസ്ഥാൻ ഈ സംഘർഷത്തിൽ സൗദിയോടൊപ്പം ചേർന്ന് സൈനിക നീക്കം നടത്തുമ്പോൾ ഇന്ത്യ പക്ഷം പിടിക്കാതെ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നു. ഇനി മറ്റു ചില റിപ്പോർട്ടുകൾ പ്രകാരം ചബഹാർ തുറമുഖത്തെ റെയിൽവേ കണക്ടിവിറ്റി വേഗത്തിലാക്കാൻ ഇന്ത്യയും ഇറാനും ധാരണയിലെത്തിയിട്ടുണ്ട്. ഉപരോധങ്ങൾക്കിടയിലും ഇത്തരം വലിയ പ്രൊജക്ടുകളുമായി മുന്നോട്ട് പോകുന്നത് ലോകത്തിന് നൽകുന്ന മെസ്സേജ് വളരെ വ്യക്തമാണ്. തകർക്കാൻ കഴിയാത്ത തന്ത്രപരമായ ഒരു ബന്ധമാണ് ഇന്ത്യയും ഇറാനും തമ്മിലുള്ളത്. ഇറാന്റെ വിദേശ നയത്തിൽ ഇന്ത്യ എന്നത് കേവലം ഒരു രാജ്യമല്ല, മറിച്ച് തകരാൻ പാടില്ലാത്ത ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലാണ്. ഇറാൻ ലോകവുമായി ബന്ധപ്പെടാൻ ഉപയോഗിക്കുന്ന ഈ ചാനൽ ഇന്ത്യയുടെ വിവേകപൂർണമായ വിദേശ നയത്തിന്റെ വിജയം തന്നെയാണ്. പശ്ചിമേഷ്യയിൽ ഇനി എന്ത് മാറ്റമുണ്ടായാലും ആരെ ആക്രമിച്ചാലും ഇന്ത്യയുടെ സാമ്പത്തിക കരുത്തും നയതന്ത്ര പാരമ്പര്യവും ഇറാന്റെ കണക്കുകൂട്ടലുകളിൽ ഇന്ത്യയെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ശക്തിയായി നിലനിർത്തും. ഈ തന്ത്രപരമായ ബാലൻസ് വരും ദശകങ്ങളിലും ഏഷ്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ ഘടകമായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.